പഴയിടത്തിന്റെ രുചിയിടത്തേക്കുള്ള ക്യൂ ഇവിടെ ആരംഭിക്കുന്നു. ഈ ക്യൂ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല. എത്ര നേരം വേണമെങ്കിലും കാത്തു നിൽക്കും. എത്ര നേരം കാത്തു നിൽക്കേണ്ടി വരും അറിയില്ല. എന്തായാലും കഴിച്ചിട്ടേ പോവുള്ളൂ. പഴയിടത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടേ പോകും. പഴയിടത്തിന്റെ ഭക്ഷണത്തിന്റെ രുചി മനസ്സിലേക്ക് വരുന്നു. ശരിയാണ്. എത്ര നേരം വേണം നിൽക്കും. കുഴപ്പമില്ല. ക്യൂവിലെ വിരസത അകറ്റാൻ ചിലർ പാട്ടും പാടി. ചന്ദനമണിവാതിൽ പാതിചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാരചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. ചന്ദനമണിവാതിൽ പാതിചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാരചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. അല്ല, ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന തിരക്കാണ്. കാര്യം ഒരു ദിവസം 10-20,000 പേർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ബുദ്ധിമുട്ടുകളുണ്ട്. പഴയിടം നമ്പൂതിരിയുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടിൽ പ്രദേശവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ വേദിയിൽ ഇത്തരം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ക്യൂവിന്റെ ഒരു ഭാഗത്ത് കയർ കെട്ടി തിരക്ക് നിയന്ത്രിച്ചിട്ടുണ്ട്. കയർ മാറ്റിയാൽ ആദ്യം പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ചിലർ. പഴയിടത്തിന്റെ സദ്യ ആദ്യമായി കഴിക്കാൻ പോകുന്നവരും ക്യൂവിലുണ്ട്. കഴിക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ. കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഇന്നിപ്പം വന്നിട്ടേ ഉള്ളൂ. അതെ അത് പ്രതീക്ഷയുണ്ട്. കഴിച്ചിട്ട് പറയാം. നേരത്തെ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് പഴയിടത്തിൻ്റെ ഭക്ഷണം. ക്യൂ അങ്ങ് വെളി വരെ ഉണ്ട്. 1 കിലോമീറ്ററോളം ക്യൂ ഉണ്ട്. വിഭവങ്ങൾ ഇലയിൽ റെഡിയാണ്. ഇനി ചോറ് കൂടി എത്തിയാൽ മതി. സദ്യ കഴിക്കുന്നതിന് മുമ്പ് ആകാംക്ഷ. അടിപൊളിയായിരിക്കുമല്ലോ. ഞങ്ങൾ ഇതുവരെ കഴിച്ചില്ല. ആദ്യമായിട്ട് ആണ് രുചിക്കാൻ പോകുന്നത്. നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒടുവിൽ വിഭവസമൃദ്ധമായ സദ്യ. 5 പഴങ്ങൾ ചേർത്തുള്ള പഞ്ചഫല പായസം കൂടി കഴിച്ചതോടെ ക്യൂവിൽ നീണ്ട നേരം സദ്യയ്ക്കായി കാത്തുനിന്നതിന്റെ ക്ഷീണം എല്ലാവരിൽ നിന്നും പോയി. സ്കൂൾ കലോത്സവത്തിൽ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ സദ്യ കഴിക്കാൻ എത്ര നേരം വേണമെങ്കിലും ആളുകളും ഒപ്പം വിദ്യാർത്ഥികളും ക്യൂ നിൽക്കും. കലോത്സവ നഗരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, കൊല്ലം.